തമിഴ്നാട്ടിൽ കൊല്ലങ്കോടിന് അടുത്ത് കിരാത്തൂരിലെ ഒരു സുഹൃത്തിൻ്റെ വീട് പാലുകാച്ചി. അപ്പോൾ ആ വീടാണ് ഈ കാണുന്നത്. ഒരു കോടിയിൽ പരം രൂപയോളം ഈ വീടിന് ചിലവായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ എസ്റ്റിമേറ്റ് ഒന്നും പറയുന്നില്ല, കാരണം പുള്ളി ഒരു സൗദി ബേസ്ഡ് ഒരു വ്യവസായിയാണ്. അപ്പോൾ പുള്ളിയുടെ സ്വപ്നവും അധ്വാനവും ഒക്കെ കൊണ്ട് പുള്ളി ഒരു വീട് വെച്ചു. പുള്ളിക്ക് ഒരു ഭാര്യയും ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പോൾ അവരുടെ സ്വപ്നമാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്രണ്ടിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അകത്ത് ഹോം തിയേറ്ററുണ്ട്. അങ്ങനെ ഒരുവിധം അത്യാവശ്യം നമ്മുടെ ഒരു പുതിയ യുഗത്തിൻ്റെ പുതിയ ചുറ്റുപാടിലുള്ളൊരു വീടാണ് അദ്ദേഹം വെച്ചത്. അപ്പോൾ അതിനകത്തെ വിശേഷങ്ങളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്ത് നമ്മുടെ എന്താണ് കത്തോലിക്ക വിശ്വാസിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു ക്രിസ്തീയത ഫീൽ ചെയ്യുന്ന ഒരു സിറ്റൗട്ടും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ അത് പുള്ളി അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലിഫ്റ്റുണ്ട്, പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ, അങ്ങനെ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളുമുള്ള അത്യാവശ്യം തെറ്റില്ലാത്തൊരു വീടാണ്. ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാഴ്ചകളിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് മടങ്ങുകയാണ്. എന്തായാലും കൊള്ളാം, തെറ്റില്ല. ഒരുവിധം ഒപ്പിച്ചെടുത്തു. ഒരു 10 സെൻറ്റിനകത്താണ് ഈ വീട്. കൊള്ളാം, ഒരു പുതിയ തലമുറയ്ക്ക് പറ്റിയ വീടാണ്. അപ്പോൾ വീട് വയ്ക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. എനിക്കൊരു സുഹൃത്തുണ്ട്, പുള്ളിയുടെ അത്യാവശ്യം സമ്പന്നനാണ്. പക്ഷേ പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുന്നുംപുറത്ത് 2 സെൻറ്റ് വാങ്ങിച്ചിട്ട് മുഴുവൻ ഗ്ലാസ് ഇട്ടൊരു വീട്, കണ്ണാടി വീട് വെച്ചിട്ട് അതിൽ തന്നെ എല്ലാം വേണം. അടുക്കള, റീഡിങ് റൂം, പിന്നെ ബെഡ്റൂം, എല്ലാം കൂടി ഒറ്റ ഹാളിൽ എല്ലാ പരിപാടിയും വേണം. പക്ഷേ കുന്നുംപുറത്തായിരിക്കണം. വട്ടത്തിൽ ഇങ്ങനെ പ്രകൃതി മുഴുവൻ കാണാൻ പറ്റണം, കടൽ കാണാൻ പറ്റണം, മല കാണാൻ പറ്റണം, എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ പൊക്കത്തിരിക്കണം. എന്നാൽ ഒരു കൊച്ചു വീട്, എന്നാൽ ഒരു എന്താ പറയുക, സാമാന്യ ഒരു ചെറിയ വലിയ ഹാളിൻ്റെ അത്ര ഉള്ള ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും സ്വപ്നങ്ങളാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഇങ്ങനൊരു വീട്, ഇല്ലേ? എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങളുണ്ടല്ലോ. നമ്മുടെ നമ്മുടെ ഒരു ആയുസ്സിൽ നമുക്ക് എന്തെങ്കിലും ശേഷിപ്പിച്ച് പോകുമ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റ് കൂടിയാണല്ലോ ഈ വീട്. അപ്പോൾ വീടൊരു ആഡംബരമല്ല, എന്നാൽ ആഡംബരമായിട്ട് വീട് വയ്ക്കുന്നവരൊക്കെ ഉണ്ട്. ലോകം അങ്ങനെയാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. എന്തായാലും ഈ വീട് വെച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടി. ഇലക്ട്രീഷ്യന് ജോലി കിട്ടി, മേസ്തിരിമാർക്ക് പണി കിട്ടി, കയ്യാൾക്ക് പണി കിട്ടി, പ്ലംബേഴ്സിന് പണി കിട്ടി, പിന്നെ ലിഫ്റ്റ് വെച്ചവർക്ക് പണി കിട്ടി, ഇൻറ്റീരിയർ ചെയ്ത ആൾക്ക് പണി കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാമ്പത്തിക രീതിയിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടി, നല്ലൊരു വീടും കിട്ടി. അപ്പോൾ ഇതിൽ അസൂയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെ അധ്വാനത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. കഷ്ടപ്പെട്ട് ഉയർത്തുണ്ടാകുന്ന പൈസ തൻ്റെ മക്കൾക്കും തലമുറയ്ക്കും വേണ്ടി കെട്ടിപ്പടുക്കുന്നതല്ലേ. അപ്പോൾ അതിലൊന്നും വേറെ തെറ്റ് കാണേണ്ട കാര്യമില്ല. അങ്ങനെ വലിയ ആഡംബരം കാണിച്ചില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ അധ്വാനം, ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് നമ്മൾ ഈ കാണുന്നത്, ഇല്ലേ? ഒരാളുടെ സ്വാഭാവികമായിട്ടൊരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ പൊതുവേ ഒരു മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുടുംബം, മക്കൾ, അവരുടെ സേഫ്റ്റി, സ്വസ്ഥമായി ഇരുന്ന് സമാധാനത്തോടെ ജീവിച്ചു മരിക്കുകയാണ് ഓരോരുത്തരുടെയും സ്വപ്നം. അപ്പോൾ വീട് എന്നതൊരു സ്വപ്നമാണ്, അല്ലേ? അങ്ങനെയല്ലേ? സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഏതൊരു മനുഷ്യൻ്റെയും സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്, പിന്നെ അത് രണ്ടാമതിനെ കാറായി, പിന്നെ പ്രോപ്പർട്ടീസായി. ഇതൊക്കെ മനുഷ്യൻ്റെ ഓരോരോ മനുഷ്യനെ അളക്കുന്ന അളവുകോലുകളാണ്. വീട് ഒരു സ്റ്റാറ്റസ് കോ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയോ ഞാനിങ്ങനെ വാചകം അടിക്കുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും കൊച്ചു കുടിലുകളിൽ താമസിക്കുന്നവരുണ്ട്, വലിയ വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. എവിടെ താമസിച്ചാലും നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു ചെറിയ യാത്രയാണ്, ചെറിയ വലിയ യാത്ര. ചിലർക്ക് അത് പെട്ടെന്ന് തീരും, ചിലർക്ക് നീണ്ടു പോകും. എന്തൊക്കെ പറഞ്ഞാലും ജനിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ മരിക്കാൻ തയ്യാറാവേണ്ടവരാണ്. ഈ ഒരു ചെറിയ യാത്രക്കിടയിൽ വന്നു പോകുന്ന വെറും യാത്രക്കാരാണ് നാം മനുഷ്യർ എന്നത് നാം തിരിച്ചറിയേണ്ടിയുണ്ട്. അപ്പോൾ ലോകം വളരെ സുന്ദരമാണെങ്കിലും ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകണം. ലോകത്തേക്കാൾ ഭൂമിയേക്കാൾ എത്രയോ സുന്ദരമാണ് സ്വർഗം എന്നാണ് വേദങ്ങൾ പറയുന്നത്. സ്വർഗത്തിൽ പോയിട്ടായും തിരിച്ചു വന്നത് പറഞ്ഞ കഥയില്ല. പിന്നെ നമ്മളെ ബൈബിൾ പ്രകാരം അല്ലേ, ലോകത്ത് മരിച്ചിട്ട് തിരിച്ചു വന്ന ഒരാൾ യേശുക്രിസ്തുവാണ്. മറ്റാരും തിരിച്ചു വന്നതായിട്ട് ഭൂമി മലയാളത്തിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതം. അപ്പോൾ നന്മകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സമാധാനമായിരിക്കുക, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക, ഒപ്പം നമ്മളും സമാധാനത്തിലായിരിക്കുക. ജാതി, മതം, വർഗം, ഭേദം, വർണ്ണം, നിറം, ഭാഷ, സംസ്കാരം, രാജ്യം, ഈ അതിർത്തികളൊക്കെ ഭേദിച്ചുകൊണ്ട് എല്ലാവരും
ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അതായത് ലോകമേ തറവാട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ ഒരു മക്കളാണ് എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനി ലൈഫ് ലൈൻ വീട് മുതൽ കോളനിയിലെ വീട് മുതൽ ഹൗസിംഗ് കോളനിയിലെ വീട് മുതൽ വലിയ ആഡംബരങ്ങൾ നിറഞ്ഞ ലോകമാണല്ലോ നമ്മുടെ ലോകം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇതൊന്നും ശാശ്വതമല്ല. സ്വപ്നങ്ങൾ നല്ലതാണ്. ആ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം എന്നതും ഒരു അടിസ്ഥാന തത്വമാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ദൈവത്തിൻ്റെ പദ്ധതി പല തരത്തിലാണല്ലോ. നമ്മുടെ 5 വിരലിലും 5 സ്റ്റൈലിലല്ലേ ഇരിക്കുക. അപ്പോൾ അതുപോലെ ചെറുതും വലുതുമായ മനുഷ്യർ, പല സംസ്കാരം, പല ഭാഷ, പല വേഷം, പല രീതി, പല സംസ്കാരം, പല ആചാരങ്ങൾ എല്ലാം ചേർന്നൊരു ചെറിയ പൂന്തോട്ടമാണ് അല്ലേ. വളരെ കളർഫുള്ളായൊരു ലോകമാണ് നമ്മുടെ കൊച്ചുഭൂമി. ഈ ഭൂമിയിൽ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ ഒക്കെ ആ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. എല്ലാവരും നന്നായിരിക്കണം. കാരണം നമ്മളെല്ലാം എവിടെ നിന്നാണോ വന്നത് അവിടെ നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നാം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എപ്പോഴും ദൈവത്തിൻ്റെ മക്കളായിരിക്കണം. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം എന്നൊരു പഴയ പാട്ട് അറിയാതെ ഓർമ്മ വരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം, നല്ലൊരു ജീവിതം, നല്ലൊരു ആയുസ് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.